അപ്പോൾ ഇതന്ന് ബദർദിനൊക്കെ ആയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചൊരു നെയ്ച്ചോറും സാദാ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ ചട്ടിയിൽ അടുപ്പത്താണ് ബീഫ് വെക്കുന്നത്. ബീഫിന് വലിയ കഷ്ണങ്ങളാക്കി കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തക്കാളിയും പച്ചമുളകും വലിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും വലിയ ജീരകം ചതച്ചതും നമ്മൾ വറുത്ത മസാലയും ഉപ്പും ഇട്ടിട്ട് മസാല ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ബദർദിനത്തിൻ്റെ അന്ന് ഞങ്ങൾക്ക് പള്ളിക്കന്ന് ചോറ് കിട്ടിയുള്ളതാണ് ബിരിയാണി. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഇറച്ചിയും അരിയും വീട്ടിലേക്ക് എത്തിച്ച് തന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ലേശം വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് ഇട്ടുങ്ങാണ്ട് തുള്ളി വെളിച്ചെണ്ണയും തൂവി കൊടുത്തുങ്ങാണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേന് നമുക്ക് നെയ്ച്ചോറ് കുക്കറിൽ വെക്കാം. അപ്പോൾ അതിന് വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 2 ഗ്ലാസ് വെള്ളം വെക്കുന്നുണ്ട്. ഇനി വെള്ളം കൂടാണോ കുറയാണോ എന്നറിയില്ല, കാരണം പള്ളിക്കന്ന് കിട്ടിയ അരിയല്ലേ. നമ്മൾ വാങ്ങി വെക്കുമ്പോൾ നമുക്കതറിയാലോ, എന്നും വാങ്ങണ അരി. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായും കറാമ്പൂവും കറുവപ്പട്ടയും പിന്നെ ഡാൽഡയാണ് ഒഴിക്കണം കേട്ടോ, നെയ്യല്ല. പള്ളിക്കന്ന് കിട്ടിയ ഡാൽഡയാണ്. അപ്പോൾ ഞാൻ ഒഴിഞ്ഞ നെയ്യും കുപ്പിയിലാണ് ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ പാർന്നുകൊണ്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണി കൈതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അരിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 4-5 വിസിൽ കൂക്കിയെടുക്കണം. എന്നിട്ട് അത് വെന്തിക്കണില്ലേ നോക്കണം. എന്നിട്ട് വേണം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വേവ് കുറവുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഞാൻ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല, ഇനി തേങ്ങാപ്പാൽ പാരാണ്ടല്ലോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒരു 6-7 മിനിറ്റ് ഞാൻ ചെറിയ സിമ്മിലിട്ടുകൊണ്ട് അടച്ച് കുക്കർ അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ നെയ്യ് വേറെ ഒഴിക്കണില്ല, ഡാൽഡ തന്നെ പാരുന്നുള്ളൂ. ഞാൻ നെയ്യാണ് ഒഴിക്കൽ, പക്ഷേ പള്ളിക്കുന്ന ഡാൽഡ കിട്ടിയപ്പോൾ അത് ലേശം ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ പാർന്ന് അടുപ്പത്ത് വെച്ച് വെന്ത് വന്നിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് ലേശം മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊന്നാണ്ട് ഇളക്കിയെടുക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഇതിലൊന്നും ഇടണം കൂട്ടണമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറാണ്. അപ്പം ഇനി ഇത് ഇളക്കി നേരാക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇറച്ചി വെന്ത് വന്നിട്ടുണ്ടാക്കി ഞാൻ ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും പാടെ ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് മൂപ്പിച്ചങ്ങാണ്ട് ഇറച്ചിയിൽ പാർന്ന് കൊടുത്താൽ ഇറച്ചിക്കറി റെഡി ആയിട്ടോ. അപ്പം ഇനി വേണമെങ്കിൽ ലേശം മല്ലിച്ചപ്പും പാടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്.